ദിസ് ഡസ്കി മോം. ഇത് നമ്മൾ ചിക്കൻ ഓൺ ആക്കി വെച്ചേക്കുന്ന പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ അടുത്ത് ഒരു കേരള റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരി എന്നാൽ പിന്നെ പോയി ഫുഡ് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ ചിക്കനെയും വിളിച്ച് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. ഫ്ലാറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല. അതെന്താണെന്നല്ലേ, ഫസ്റ്റ് ഫ്ലോറുകാർക്ക് ലിഫ്റ്റ് വേണ്ടാന്നാണ് ഇവിടെ വിചാരിച്ചേക്കെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് ഇറക്കാനായിട്ട്. അത് ശരിക്കും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആട്ടോ. അങ്ങനെ അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് അവൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്ന സീനാണ് ഈ കാണുന്നത്. ബാക്കി എല്ലാ ഫ്ലോറിലും ലിഫ്റ്റ് ഉണ്ട് കേട്ടോ, ഫസ്റ്റ് ഫ്ലോറുകാർക്ക് മാത്രം ലിഫ്റ്റ് അവോയ്ഡഡ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് എവിടേക്കാണെന്നല്ലേ, കേരള റെസ്റ്റോറൻറ്റിലേക്ക്. ഫ്ലാറ്റിൽ നിന്ന് ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോയാൽ മതി. അങ്ങനെ ഞാനും മേട്ടനും ഷിഗിയും കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സീനാണിത്. നമ്മൾ വൈകിട്ട് ഒരു 6:45 ഇറങ്ങി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഷിഗിക്ക് ആദ്യം ഫുഡ് കൊടുത്തിട്ട് വേണം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അങ്ങനെ ആരും റോട്ടിലുണ്ടായിരുന്നില്ല. നല്ല ഫ്രീ റോഡായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ആ റെസ്റ്റോറൻറ്റ് എത്താറായിട്ടോ. സംഭവം അത്ര തിരക്കൊന്നും കാണത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അവിടെ എത്തി. ഇതാണ് ഹോട്ടൽ സ്പൈസ് ഹൗസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. സംഭവം കൊള്ളാം അല്ലേ? എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. ഓക്കെ എന്ന് പറഞ്ഞ് ഉള്ളിൽ കയറാമെന്ന് വെച്ചാൽ ഏട്ടൻ ഡോർ തുറന്നപ്പോൾ ആ ഹോട്ടൽ മുഴുവൻ എംപ്റ്റി. ഒറ്റ മനുഷ്യൻ വന്നിട്ടില്ലാന്നേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എത്തിയല്ലോ. കാരണം ഷിഗയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനെന്നുള്ളതുകൊണ്ട് 6:45 7 മണീൻ്റെ ഉള്ളിൽ എത്തിയതുകൊണ്ട് ആരും ആ സമയത്ത് ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫുൾ ഹോട്ടലും എംപ്റ്റി, നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ എത്തിയ ഉടനെ ഒരു ഗീ റൈസ് മേടിച്ചു, ഫീഡിങ് തുടങ്ങി. ഇപ്പം തുടങ്ങിയാൽ നമുക്കൊരു അരമണിക്കൂറിലെങ്കിലും അത് നിർത്താൻ പറ്റത്തുള്ളൂ. കാരണം ഫുഡ് കഴിക്കാൻ നല്ല മടിയുള്ള കുട്ടിയാണ്. പിന്നെ ഒരു വൈറ്റ് സ്പൂണ് കണ്ടപ്പോൾ ആൾ ഓക്കെ ആയി. ശരി എന്നാൽ പിന്നെ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് കഴിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഓക്കെ, സ്പൂണിന് താങ്ക്സ് പറഞ്ഞ് ഞാൻ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഏട്ടൻ ഒരു ചിക്കൻ ലോലിപോപ്പ് മേടിച്ചായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുമല്ലോ, അതിനുവേണ്ടി നമ്മൾ അത് കഴിച്ചുകൊണ്ടാണ് ഞാൻ അവളെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പുതിയ ഹോട്ടൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാ ഫുഡും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം ചിക്കൻ ലോലിപോപ്പൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു. അതേപോലെ തന്നെ ഗീ റൈസൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് വേവ് കുറവുള്ളത് ഞാൻ അവൾക്ക് കൊടുക്കാറില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേവൊക്കെ കണ്ടപ്പോഴാണ് ശരി എന്നാൽ പിന്നെ അത് കൊടുക്കാമെന്ന് വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ. സോഷിക്ക് നല്ല മടിയാണ്, കണ്ടാൽ തന്നെ അറിയാലോ അവൾ കഴിക്കുന്നില്ല എന്നുള്ളത്. പിന്നെയും ഞാൻ കഷ്ടപ്പെട്ട് കുത്തി തുരുക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇത് കേട്ടോ. ഇവൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഹോട്ടൽ ഫുഡ്സൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടാണ് അവൾക്ക് എല്ലാം കൊടുത്ത് ശീലിപ്പിക്കാൻ തുടങ്ങിയത്. കാരണം അത്യാവശ്യം ഒരു ഏജ് ആയപ്പോഴാണ് നമ്മൾ ഓക്കെ ഇനി എല്ലാം അതും ഒന്ന് സെറ്റാവട്ടെ എന്നുള്ള രീതിയിൽ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ. സോ അവൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കഴിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അവൾ ഒരിക്കലും എൻജോയ് ചെയ്തിട്ട് കഴിക്കില്ല. ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. അവളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഒരു ചായ കുടിച്ചു. അത് കണ്ടപ്പോൾ എനിക്കും ഒരു കാപ്പി കുടിക്കാൻ തോന്നി. ഓക്കെ ദെൻ ഒരു കാപ്പി മേടിച്ച് ഞാനും കുടിക്കാൻ തുടങ്ങി കേട്ടോ. പുറത്ത് നല്ല തണുപ്പാണ്, അതുകൊണ്ട് ആ കോഫി കുടിച്ചപ്പോൾ നല്ല സ്വർഗ്ഗമായിരുന്നു കേട്ടോ. ചൂട് കോഫി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുടിക്കാൻ കുറച്ച് അധികം സമയം വേണം. അതുകൊണ്ട് ഏട്ടനും അതേപോലെ നമ്മുടെ ബേബിയും കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അടിപൊളി ഫുഡും ചായയും കാപ്പിയും എല്ലാം കുടിച്ച് സെറ്റായിട്ട് നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് പുറത്തിറങ്ങാമെന്നുള്ള മൂഡിൽ അങ്ങനെ അവളും ഏട്ടനും കൂടെ പോയിട്ടാണ് ബില്ലൊക്കെ അടച്ചുകൊണ്ട് വന്നത്. അതുവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അല്ലെങ്കിലും ഈ ഡാഡീസ്കളൊക്കെ എപ്പോഴും പിന്നാലെ തൂങ്ങി നടക്കുന്നതാണല്ലോ, അതുപോലെ തന്നെയാണ് ഷിഗയും. ഏട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം ഏട്ടൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ. പുറത്തിറങ്ങി നേരെ റൂമിലോട്ട് പോകാമെന്ന് വെച്ചപ്പോൾ ദേ ഷിഗ വേറെ അറിയൂ. പിന്നെ അവൾ ഫുൾ ഫൺ മോഡിലായിരുന്നു കേട്ടോ. കളിക്കലെന്ന് വെച്ചാൽ അവിടെ ഫുൾ ഓടിക്കളിക്കലായിരുന്നു. നമ്മൾ എത്ര വിളിച്ചിട്ട് അവൾ വരുന്നില്ല. ഒന്നാമത് ലേറ്റായെന്ന് ഉദ്ദേശിച്ചത് അവൾക്ക് ഉറങ്ങാൻ സമയം. നമുക്ക് പിന്നെയും ടൈം ആയിട്ടില്ല എന്നെങ്കിലും പറയാം. അവൾക്ക് ഉറങ്ങാൻ ടൈമായി, ഇതിട്ട് അവൾ വരത്തില്ല. നമ്മൾ ഫുൾ ഓടായിട്ട് അവൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവളെയും പിടിച്ച് പൊക്കി റൂമിലോട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ. സോ തിരിച്ച് നടന്ന് തന്നെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞാനും ഏട്ടനും ഷിഗയും കൂടെ ഒരു നൈറ്റ് വാക്കൊക്കെ നടത്തി തിരിച്ച് റൂമിലോട്ട് പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഇപ്പോഴും ആരും ഉണ്ടായിരുന്നില്ല റോട്ടിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര വിശാലമായ റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പറായിട്ട് ഓടിക്കളിച്ചൊക്കെയാണ് റൂമിലോട്ട് വന്നത് കേട്ടോ. സോ ഷിഗ ഫുൾ ഹാപ്പി ആയിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പിയായി. നേരെ റൂമിൽ ചെന്ന് ഒറ്റ ഉറക്കം. കാരണം നല്ല തണുപ്പാണ്, എൻ്റെ അമ്മയെ പറ്റുന്നില്ല, അത്രയും തണുപ്പാണ്. ഷിഗ പിന്നെ തണുപ്പൊക്കെ നല്ലോണം താങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേ നമ്മൾ റൂമെത്തി. ഇനി എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ടാറ്റാ ബൈ ബൈ.